അങ്ങാടി എന്നുള്ള പടത്തിൻ്റെ കഥ എല്ലാ സ്ക്രിപ്റ്റെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റ് ഷൂട്ടിങ്ങാണ്. പല പടങ്ങളായിട്ടും തമിഴ് ഉണ്ടായിരുന്നു, തെലുങ്ക് ഉണ്ടായിട്ട് ഗ്യാപ്പിലാണ് ഒരു പടം, കാന്തവല എന്നൊരു പടം. അത് എറണാകുളത്ത് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മ്യൂസിക്കിൽ ശ്യാമ്, ഞങ്ങളുടെ മുന്നിൽ നല്ല ബന്ധമാണ്, വളരെ അടുപ്പമാണ്. ശ്യാമ് വന്ന് പെട്ടിയായിട്ടൊക്കെ വന്ന് സംസാരിച്ചു, പല ട്യൂണിട്ടു. ഒന്നും അങ്ങോട്ട് എനിക്ക് ഇതാവുന്നില്ല. അപ്പോൾ ഇതേമാതിരി ഒരു പാചകം ശ്യാമിനോട് ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ശ്യാം ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് നമുക്കത് കോപ്പി കുറച്ച് മാറ്റി തന്നായിരിക്കും. ഞാൻ പറഞ്ഞിങ്ങനെ ഒരു ഓസാത്തീരി എന്നൊരു പാട്ടുണ്ട്, ട്യൂണ് ഇങ്ങനെ ഞാൻ പാടി ശരിയാവില്ല, അതിനെ വഷളാക്കണ്ട. ആ പാട്ട് പാടിയപ്പോൾ ഞാൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ പുള്ളി കണ്ണും അങ്ങനെ ഇതായി. അപ്പോൾ അടുത്ത റൂമിൽ കൃഷ്ണേന്ദ്രനുണ്ട്. കൃഷ്ണേന്ദ്രൻ അടുത്ത് വന്നിട്ട്, ചേട്ടാ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എവിടെ നിന്ന് കേട്ടതിന്? അല്ല ഞാൻ കേട്ടിട്ടുണ്ട്. പറ എവിടെ നിന്നാണ് കേട്ടെ? അല്ല അത് ഓസാത്തീരി എന്നുള്ള ഹിന്ദി പാട്ടല്ലേ. ഞാൻ കുറച്ച് എന്നിട്ട് എന്ന് പറഞ്ഞയച്ചു. പക്ഷെ അത് കണ്ടുപിടിച്ചു. പക്ഷേ കൃഷ്ണേന്ദ്രൻ കണ്ടുപിടിച്ചിട്ടും പലരും ഇപ്പോഴും ഞാൻ പറഞ്ഞറിഞ്ഞല്ലാണ്ട് പലരും അറിഞ്ഞിട്ടില്ല. അതാണ് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം മധുരദേവാമൃതം. ടെക്നിക്കലായിട്ടും ശരി, മെലോഡിക്കലായിട്ടും ശരി, ഒരു സോഫ്റ്റ് ഒരു അങ്ങനെ ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു നല്ല പാട്ടായിരുന്നു. ആൻഡ് പിക്ചറൈസേഷൻ വാസ് ബ്യൂട്ടിഫുൾ പിക്ചറൈസേഷൻ. അതുപോലെ പാടിയ ആൾക്കാർ ദാസും ജാനകിയും അത് ഇന്ന് വരെ മക്കൾ പാടുന്നെങ്കിൽ സന്തോഷം തന്നെയല്ലേ അത്. ഇനിയൊരു വനലത്ത മലരണിയും അതിലൊരു ഹിമകണമണിയും കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാ